ആന കുളിക്കുന്നൊരു സീനൊന്ന് കണ്ടാലോ? ആനക്കുളി ഒന്ന് കണ്ടു നോക്കാം. കേട്ടോ, കിടന്ന് ആസ്വദിച്ചുള്ള കുളിയാണ് കേട്ടോ. കണ്ടോ, കിടന്ന് ആസ്വദിച്ച് കുളിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിന്ന് ഒറ്റയ്ക്കല്ല, ഫ്രണ്ട്സുണ്ട് കൂടെ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മറ്റേ അൾട്ടിമേറ്റ് ഫിഷിംഗ് ഫ്രീക്ക് ഉണ്ടല്ലോ, അവനുണ്ട്. കഴിഞ്ഞതിനുള്ള 2-3 വീഡിയോ മുന്നേക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ. അപ്പോൾ അവനുണ്ട്, പിന്നെ അവൻ്റെ ഫാമിലി, പിന്നെ ഇനി 2 പേര് വരാൻ. എൻ്റെ ഒരു അനിയനുണ്ട്, അവന് വരാനുണ്ട്, ഫയാദ്. അങ്ങനെ ഇത്രയും പേരായിട്ട് ഒരു കറക്കത്തിനാണ് ഇന്ന് ഇറങ്ങിയത്. ഇനി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു കുട്ടിയാനെ നമ്മൾ കണ്ടത്, വലുതല്ല, അത് കുട്ടിയാനയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ 1-2 ലോറിയൊക്കെ ഉണ്ടല്ലോ. വരാമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട്, എന്താണ് സംഭവം നോക്കട്ടെ. പറഞ്ഞോടാ, ഞാനുണ്ട്, അഷ്ഫാഖുണ്ട്, അവൻ്റെ ഫാമിലി ഉണ്ട്, വേറെ ആരുമില്ല. ഞാൻ, അഷ്ഫാഖ്, അവൻ്റെ ഫാമിലി, വേറെ ആരുമില്ല. ഓക്കെ, ഇവിടെയും നമുക്കൊരു ആനയെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ആനേനെ കൊണ്ടുപോകുന്ന 2 വണ്ടിയുണ്ട്, അല്ലാതെ ആനയുണ്ട്. അപ്പോൾ എൻ്റെ പുറകിൽ ഒരു ആനയെ കുളിപ്പിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? എൻ്റെ പുറകിൽ ഒരു ആനയെ കുളിപ്പിക്കുന്നുണ്ട്. ആ പുള്ളി പറയുന്ന പോലെ ആന കേൾക്കുന്നുണ്ട് കേട്ടോ. അത്രയും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടെ അവർ നിർത്തിയിരിക്കുന്നത്. ആ പുള്ളി പറയുന്ന പോലെ തന്നെ ചെവി അനക്കാൻ പറയുമ്പോൾ ചെവി അനക്കുന്നു, തല നീക്കി വയ്ക്കുമ്പോൾ തല നീക്കി വയ്ക്കുന്നു. കുളിപ്പിക്കണം അവിടെ, കുളിപ്പിക്കുന്നതിനടുക്കുള്ള ബഹളമാണ് ഈ കേൾക്കുന്നത്. അടുത്തോട്ട് കൊണ്ടുപോയി കാണിക്കാൻ വഴിയില്ല, കുറച്ച് ദൂരത്തിലാണ് കിടക്കണേ. സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി പോവും, അതുകൊണ്ട് സൂം ചെയ്യാത്ത. കണ്ടോ, പുള്ളി പറയുന്ന പോലെ അത് കേൾക്കുന്നുണ്ടോ? ഭയങ്കര ട്രെയിനിങ് ആണ് കേട്ടോ. ഇതുവഴി, അപ്പോൾ നമുക്കിതുവഴി പോവാം. ഇതുവഴി എന്ന് വെച്ചിരിക്കുമ്പോൾ നമ്മൾ പിന്നെ അതുവഴി പോകണം ശരിയല്ലല്ലോ, നമുക്ക് ഇതുവഴി തന്നെ പോവാം. പിന്നെ ഇവിടെ എന്തോ പ്രോഗ്രാം നടത്തുന്ന ഒരു ഏരിയ പോലും ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രോഗ്രാംസ് ഇവിടെ നടക്കാറുണ്ടോ എന്നറിയില്ല. ഗാലറി ഉണ്ട്, കുറച്ച് ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഇവിടെ വെച്ച് നടത്തുമായിരിക്കും. അടിപൊളി സ്ഥലമാണ്, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. എൻട്രി ഫീസൊക്കെ ഉണ്ട്,
എന്നാലും ഒരുപാടൊന്നുമില്ല, ചെറിയ പൈസയേ ഉള്ളൂ ഇവിടെ കയറാനായിട്ട്. ഇനി അങ്ങോട്ട് എന്താ ഉള്ളതെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ വരാനായിട്ട്. പക്ഷേ ഞാൻ എന്നാലും ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. ഓണം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഇവിടെ ലൈറ്റും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകിൽ. അവിടെ ഒരു കുരങ്ങനെ കണ്ടോ? അത് അവിടെ ഈ ആനയ്ക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പഴം കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ പഴം അടിച്ച് മാറ്റാനുള്ള വരക്കമാണ്. നേരത്തെ ഒരു സെറ്റ് പഴം കൊണ്ടാണ് പോയത് ഒരു കുരങ്ങൻ. അതുപോലെ വീണ്ടും വരികയാണ് കേട്ടോ എടുക്കാനായിട്ട്. ആനയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പഴത്തിനെ എടുത്തുകൊണ്ട് പോവുക. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാലേ ഒറ്റപ്പെട്ടു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം എല്ലായിടത്തും നമുക്ക് എവിടെയൊക്കെ തിരിയേണ്ട സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മൾ ആൾ നിർത്തിയിട്ടുണ്ട് ഇവിടെ. അവർ പറഞ്ഞുതരും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞുതരും അവർ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വഴിതെറ്റി എവിടെയെങ്കിലും പോകുന്നുള്ള പേടി വേണ്ട. ഒരു 5 മിനിറ്റ് നടന്നപ്പോഴത്തേക്കും നമ്മളൊരു സ്ഥലത്തെത്തി. ആ സ്ഥലം ഒന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. കാണിക്കട്ടെ. അപ്പം ഞാനിവിടെ മരവും പിടിച്ച് നിൽപ്പുണ്ട്. ഒരുത്തനവിടെ കണ്ടോ ഊഞ്ഞാലാട്ടം. അത് പൊട്ടി വെള്ളത്തിൽ പോയല്ലോ. ഞാനും തത്തമ്മയും തമ്മിലുള്ള ഓണ ഊഞ്ഞാലാട്ടം. അങ്ങനെ ഓണാകാശം കളറാക്കിക്കൊണ്ട് റിയാസ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ കളിക്കുന്നു. തത്തമ്മ നീ എന്ത് ചെയ്യുന്നു? ചോട്ടി വെള്ളത്തിലേക്കടാ. ശരിയാക്കി തരാടാ. ഞാൻ പിടിച്ചോണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ ചവിട്ടി ഇത്രയും വലുതായിട്ട് 36 വയസ്സായി ഊഞ്ഞാലാണ്. അത് കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് നടത്തി മാറിയില്ലേ? ചവിട്ടി വെള്ളത്തിലിട്ടല്ലേ ഞാനിപ്പോ പോയല്ലേ. റിയാസേ നല്ല സൂപ്പറായിരിക്കും. അടി വരാക്ക രോമാഞ്ചം കൊണ്ടും മുളയും അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് പെട്ടെന്ന് കൈ വിട്ടാണ്. നല്ല സൂപ്പർ വീഡിയോ ആയിരിക്കും ഇങ്ങനെ കിട്ടാൻ. ഞാൻ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി ഇവിടെ വരാൻ ആർക്കെങ്കിലും പറ്റില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി സ്ഥലത്തായോണ്ടേ പൊളിയാണ് ഇവിടെ നാടാൻ. നല്ല കാറ്റുമുണ്ട്. നമുക്ക് ഇതുപോലെ കാഴ്ചകളും കാണാം. ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടിക്ക് പിന്നെ ഇങ്ങനെ സേഫായിട്ടൊന്ന് കളിക്കാം ഈ സ്ഥലത്തൊക്കെ. വലിയ കുഴപ്പമില്ല. നമ്മൾ എൻട്രി ഫീസ് കൊടുക്കുന്നത് വലിയ പ്രശ്നമാണ്. ആനേനെ ഒരുപാടൊന്നും കാണാനൊന്നുമില്ല. കുറച്ച് ആന ഇവിടെ ഉണ്ട്. അവിടെ നിൽക്കുന്നത് കാണാം, കുളിപ്പിക്കുന്നത് കാണാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ടും എനിക്ക് പൈസ കൊടുത്തത് മുതലായത് ഈ ഊഞ്ഞാലാടിയിട്ടാണ് ഇവിടെ നിന്ന്. പൊളിയാണ്. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. എടാ നീ എന്താണ് പരിപാടി? മീൻ പിടിക്കണ? ആ നിന്റെ വാപ്പയെപ്പോലെ തന്നെടാ നീ. നോക്കട്ടെ ആനയ്ക്ക് മതമുള്ള ഫോട്ടോ.
അപ്പോൾ ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇവിടെ ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പ് ഉണ്ട്. പെഡൽ ബോട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ, വേറെ ഒന്നും കാണുന്നില്ല. തന്നെ പെഡൽ ബോട്ട് മാത്രമേ ഉള്ളൂ, ചവിട്ടി ഊപ്പാട് വരും. ഇതേ അവിടെ ഒരു ആന നിൽപ്പുണ്ട്, അവിടെ ഒരു ആനയുണ്ട്. സമയം പോക്കാണ്, ടൈം പാസ്സാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ബോട്ടിൻ്റെ പ്രൈസിങ്ങും ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കണേ. അപ്പോൾ ചായയോ ചെറിയ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു കൗണ്ടറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാം. ഐസ്ക്രീം, ചായ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ഓരോ മാംഗോ ബാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ ഇല്ല. ആ ബോട്ടിങ്ങിനൊക്കെ എനിക്ക് തോന്നുന്നു ഗൂഗിൾ പേ ഉണ്ട്, പക്ഷേ ഈ ഐസ് സെല്ല് ചെയ്യുന്നവർക്ക് ഗൂഗിൾ പേ ഇല്ല. ക്യാഷ് കൊണ്ടുവരാൻ ശ്രമിക്കണേ. സതീശാട്ടൊക്കെ ഇഷ്ടം നോക്കണം, കയ്യിലെന്തെങ്കിലും ബാക്കിലാണ്. ഈ അമ്മമ്മ ഇവിടെ ഭയങ്കര പണിയിലാണ്, അരിയിടിക്കലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അമ്മമ്മ. തത്തമ്മേ തത്തമ്മേ തത്തമ്മേന്ന് വിളിച്ചു വിളിച്ച് അവളുടെ പേര് വരെ ഞാൻ മറന്നുപോയി. കമ്മം കൂടെ അപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളിനി നെയ്യാർ ഡാമിലേക്ക് പോകുന്നു. രണ്ടുപേരും കൂടെ കൈയും പിടിച്ചു നടന്നോ. ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാ ഇങ്ങോട്ട് വാ ബാ 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 ബേബിയെ വിളിച്ചോണ്ടോ. ബേബിയെ കൊണ്ടുവാ, കൈ പിടിച്ചോണ്ടോ. അപ്പോൾ സമയം 6 മണിയായി, 5:59, 6 മണിയായി. അപ്പോൾ ഇവിടെ ലൈറ്റെല്ലാം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റെല്ലാം കണ്ട് നടന്നിട്ട് നമുക്ക് നെയ്യാർ ഡാമിലേക്ക് പോയി അവിടുത്തെ സെറ്റപ്പുകളൊക്കെ ഒന്ന് നോക്കാം. ബോട്ടിംഗ് എല്ലാം ക്ലോസ് ചെയ്ത് കേട്ടോ, സമയം കഴിഞ്ഞു ബോട്ടിങ്ങിൻ്റെ. ബോട്ടിംഗ് ഒന്നും നടന്നില്ല, കാരണം ബോട്ടിൽ കയറണമെങ്കിൽ പിള്ളേരെയും കൊണ്ട് കയറൽ റിസ്ക്കാണ്. അപ്പോൾ എല്ലാം കുഞ്ഞു കുട്ടികളാണ്, അപ്പോൾ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ബോട്ടിംഗ് ഉപേക്ഷിച്ചു. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ പിള്ളേരില്ലെങ്കിൽ നമ്മൾ കയറാൻ ശ്രമിക്കും. എന്താ വ്ളോഗടി, നിന്റെ വ്ളോഗ് കൂടെ കാണട്ടെ. എന്താ പറ.
അത് ഞാൻ മ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ അനിയന്, ഇത് അനിയൻ്റെ വൈഫ്. പേര് പറയടി. എൻ്റെ പേര് അൽഫിയ. അൽഫിയ. യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് പറ. എനിക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല, പിന്നെയാണ് നിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പോണത്. അൽഫിയ അൽഫയാദ്. ആ ഓക്കെ, അതാണ് ഫയാദ്. പിന്നെ രണ്ടുപേരോടെ ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. താഴെ ഇടല്ലേ, വ്ലോഗ് ഇട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട്. ആ ഓടട്ട് പതുക്കെ ക്യാമറ കണ്ടല്ലേ, ഇതാണ് പിള്ളേരുടെ ബ്ലോഗ്. ഓ ഉരുട്ടിക്കൊണ്ട് പോകണം, അതുപോലെ ഇങ്ങനെ. നീയാണ് അസല് തിരുവനന്തപുരംകാരി കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ എക്സിറ്റ് എത്താറായി. അപ്പോൾ എക്സിറ്റ് എത്താറായപ്പോൾ ഇവിടെ ഒരു അത്തപ്പൂക്കളമുണ്ട്. അത്തപ്പൂക്കളം മുട്ടത്തല തന്നെ ഇവിടെ. അതാര്? അതേത് ബേബി അത്? നമുക്ക് അത്തപ്പൂക്കളം ഇതോടുകൂടി തുടങ്ങും. ഇൻട്രോയിൽ ഇതോടെ ആനയുടെ അത്തപ്പൂവുണ്ടോ? ആനയുടെ അത്തപ്പൂവാ. ആനയുടെ അത്തപ്പൂവെങ്കിൽ ആനയുടെ അത്തപ്പൂ. നമ്മൾ ആനയുടെ അത്തപ്പൂവാണ് കാണാൻ. അപ്പോൾ നമ്മൾ എക്സിറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ച് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇയാൾ പറഞ്ഞുതരും അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കും അറിയൂടെ, എന്തായാലും പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. എന്തൊക്കെ ഉണ്ട്? കുറേ അച്ചാർ കുപ്പിയൊക്കെ ഇരിക്കുന്നതാണ്. ഇതല്ലേ കുറേ അച്ചാർ കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പേഷൻ ഫ്രൂട്ട് കയ്യിലുണ്ടല്ലോ. ഇവിടെ കുറേ കോഫി പൗഡർ, ചിരട്ടകൾ കൊണ്ടുണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ. ആന ഉണ്ട്. അവിടെ ഒന്നുമില്ല, കുറേ ചിരട്ട വരെ അവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ടൊന്നുമില്ല. ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവിയുണ്ട്, പണ്ടത്തെ ആൾക്കാരെ. ഇതിട്ട നോക്ക്, ഹായ് പറ. കണ്ടൊന്നും തോന്നിയില്ല. ഇല്ല, ആന ഉണ്ടായിരുന്നു. അതിന്റെ വണ്ടയിലൊരു ആനയായിരുന്നു. അതായത് ചില വീഡിയോയിൽ പറയണ പോലെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും തോന്നുള്ളൂ എനിക്ക്. അതൊരു കാര്യം തത്തമ്മേ. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു, നമ്മൾ പോകാൻ പോണല്ലേ. എവിടാണ് ഈ ഇറങ്ങണത്? എവിടെയാണ് ഈ ചാടി ഇറങ്ങണത്? എടടി ചാടി ഇറങ്ങണത് ആരത്? അപ്പോൾ അടുത്തത് രണ്ട് കുരിപ്പുകളാണ് എൻ്റെ കയ്യിൽ. ഈ രണ്ടെണ്ണത്തിന് എടുക്കാനുള്ള ശേഷി നിനക്കൊണ്ടാ? ഇല്ല, എന്നാലും അടുത്തല്ലേ പറ്റൂ. ആ പിള്ളേർ അത്രേ ഉള്ളൂ. ദൂരം നിന്ന് കാണിച്ചു തരാം കണ്ടാ. എന്നിട്ട് രണ്ട് പിള്ളേരെ കയ്യിലിട്ട് അയ്യോ ഒരു വ്ളോഗ് എടുക്കാൻ പറഞ്ഞതിനാണ് ഈ ഡെമോ എല്ലാം കാണിക്കുന്നത്. എനിക്ക് വ്ളോഗ് എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തോ അല്ലൊക്കെ നിനക്ക് അറിയാം. ഞാൻ വീഡിയോയിൽ ഇതുവരെ വ്ളോഗ് എടുത്തിട്ടില്ല. അന്ധനും മൂകനും ബധിരനും. ഞാൻ വെച്ച് നോക്കട്ടെ.
അന്തിയെ കാണിച്ചു കൊടുക്കട്ടെ. അന്തി കൊള്ളാമോ ഗൈസ്? കൊള്ളാം, നന്നായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിനി നെയ്യാർ ഡാമിൽ പോയിട്ട് അവിടുത്തെ വ്ളോഗ് എടുത്തിടാം. ഓക്കെ.